നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിന് അത്ര ശുഭകരമായ വാർത്തയല്ല. കൺഫേംഡ് എദർ മിലിറ്റാവോ വിൽ ബി ഔട്ട് ഫോർ 4 months എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. 2026-27 സീസൺ, അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ ഇനി അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിയുകയുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹോസെ ഫെലിക്സ് ഡയസ് റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു സോഴ്സാണ് അദ്ദേഹത്തിൻ്റേത്. ഈ കാര്യം ഇപ്പോൾ എദർ മിലിറ്റാവോ അറ്റ് എ സീരിയസ് റിസ്ക് ഫോർ വേൾഡ് കപ്പ് ആഫ്റ്റർ ഇഞ്ചുറി സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫബ്രീസിയോ പക്ഷേ പൂർണ്ണമായും പുറത്തായി എന്നങ്ങ് പറയുന്നില്ല, സീരിയസ് റിസ്ക് ആണ് എന്നാണ് പറയുന്നത് വേൾഡ് കപ്പിന് എത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രീവിയസ്ലി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഞ്ചുറിയുടെ സ്കാർ ഇപ്പോൾ റീഓപ്പൺഡ് ആയിട്ടുണ്ട്. അതാണ് പ്രശ്നം, റിലാക്സ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സർജറിക്ക് പോകേണ്ടി വരും എന്ന് ഫബ്രീസിയോ പറയുന്നു. സർജറി ഉണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഹി വുഡ് ബി ഔട്ട് ഫോർ ദി വേൾഡ് കപ്പ് എന്ന് ഫബ്രീസിയോയും റിപ്പോർട്ട് ചെയ്യുന്നു. സോ വീണ്ടും അദ്ദേഹത്തിന് സർജറിക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. കൺഫേംഡ് എദർ മിലിറ്റാവോ വിൽ ബി ഔട്ട് ഫോർ 4 months. ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഡി ഫോർ ദി സ്റ്റാർട്ട് ഓഫ് 2026-27 എന്നാണ്. അടുത്ത സീസണിൻ്റെ തുടക്കത്തിലേക്ക് അദ്ദേഹം റെഡിയായേക്കും എന്നാണ് ഇപ്പോൾ മാഡ്രിഡുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ നൽകുന്ന വിവരം. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഓൾറെഡി പരിക്കുണ്ടായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായ പരിക്കിൻ്റെ സ്കാർ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ റിലാപ്സിങ് സംഭവിച്ചിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനാവാനുള്ള ശ്രമം നടത്തവേ റിലാപ്സിങ് സംഭവിച്ചു. വീണ്ടും അത് ആവർത്തിച്ചു. ഇനി അദ്ദേഹത്തിന് സർജറിക്ക് പോവേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ബൈസെപ് ഫെമോറിസിന് പരിക്കുണ്ട്, അദ്ദേഹം വേൾഡ് കപ്പിന് മുമ്പ് റെഡിയാവും എന്ന തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ തിരിച്ചടിയാണിത്. തീർച്ചയായിട്ടും കാർലോ ആഞ്ചലോട്ടി വളരെയധികം വിശ്വസിച്ച ഒരു താരമാണ് എദർ മിലിറ്റാവോ. അവരുടെ ഡിഫൻസിൻ്റെ ശക്തി ദുർഗമായിട്ട് ബ്രസീൽ കരുതുന്ന താരമാണ്. സെൻറ്റർ ബാക്കായിട്ട് കളിക്കാം, റൈറ്റ് ബാക്കായിട്ട് വേണമെങ്കിലും കോച്ചിന് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇല്ലാതെയാവുന്നത്. എങ്ങനെ ബ്രസീൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. റയലിൻ്റെയും CBFൻ്റെയും ഒക്കെ ഒഫീഷ്യൽ പ്രതികരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.